നമസ്കാരം. നാളെയാണ് സന്നിധാനത്ത് മകരവിളക്ക്. നാളെയാണ് മകരവിളക്ക് ഉത്സവത്തിനായി പൂർണ്ണമായും ശബരിമല തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് നീങ്ങുകയാണ്. നാളെ വൈകുന്നേരം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. വൈകിട്ട് 6:30 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആയിരക്കണക്കിന് ഭക്തർ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തുകയാണ്. മകരജ്യോതി ദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട്. പന്തളത്തിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് 2-ാം ദിനം കടന്നു പോവുകയാണ്. ഇപ്പോൾ പെരുന്നാട്ടിൽ നിന്നും ലാഹയിലേക്ക് ഈ ഘോഷയാത്ര കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാത്രി 9:30 ലാഹ സത്രത്തിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. നാളെ പുലർച്ചെ 2:30 തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. വൈകിട്ട് 5 മണിക്ക് ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അവിടെ ദേവസ്വം ബോർഡും ഭാരവാഹികളും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രതിനിധികളും എല്ലാം ചേർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. 6:15 സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അവിടെ തന്ത്രി, മേൽശാന്തി എന്നിവർ ചേർന്ന് തിരുവാഭരണത്തെ സ്വീകരിക്കും. അതിനുശേഷം ശ്രീകോവിലിലേക്ക് തിരുവാഭരണങ്ങൾ എത്തിക്കും. 6:30 തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. പിന്നീട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ജനലക്ഷങ്ങൾ ഭക്തർ കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തം, അതാണ് ഇപ്പോൾ തന്നെ ശബരിമല സന്നിധാനം ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. പർണശാലയൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഭക്തി സാന്ദ്രമാണ് സന്നിധാനം എന്ന് തന്നെ പറയാം. നാളെ 2 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.